തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിലേറെ സ്നേഹമുള്ള ദൈവജനമേ, ഈ തിരുവചന ധ്യാന സമയം നിൻ്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇടപെടുന്ന സമയമാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന് നീ വചനം കേൾക്കുന്നെങ്കിലും ഒരു കാര്യം നീ ഉറപ്പിക്കുക: നിനക്ക് വേണ്ടി മാത്രം പരിശുദ്ധാത്മാവ് ഏതോ ഒരു സന്ദേശം ഈ തിരുവചന ശുശ്രൂഷയിൽ നൽകാൻ ആഗ്രഹിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് നൽകുന്ന സന്ദേശം അത് നിൻ്റെ കൂടെ ഇരിക്കുന്നവർക്ക് വ്യത്യസ്തമായിരിക്കാം. പക്ഷേ നിനക്ക് വേണ്ടി മാത്രമുള്ള ഒരു സന്ദേശം പരിശുദ്ധാത്മാവ് നൽകുമ്പോൾ അത് കണ്ണും പൂട്ടി ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം. പ്രിയപ്പെട്ടവരെ, ഈ മണിക്കൂറിൽ നമ്മൾ ധ്യാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതുകൊണ്ട്, യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യത കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കെന്താണ് മെച്ചം എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, അങ്ങയുടെ സ്നേഹം വെളിപ്പെട്ടത് കാൽവരി മലയിലാണല്ലോ. ആ കുരിശിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ ജീവിതങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. കുരിശോളം ഉയരുന്ന സ്നേഹത്തിൽ വളരാൻ ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകണമേ. കുരിശയാത്രയിൽ സഹചാരിയായിരുന്ന പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്കെന്നും മധ്യസ്ഥം വഹിച്ചു കൂടെയായിരിക്കണേ. അമ്മയുടെ വലിയ സാന്നിധ്യം ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകട്ടെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ധ്യാനിക്കുന്ന വിഷയം യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം എൻ്റെ ജീവിതത്തിൽ എനിക്കെന്തെങ്കിലും മെച്ചം നൽകുന്നുണ്ടോ എന്നുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ ചോദ്യം പങ്കുവയ്ക്കപ്പെടുവാൻ ചില കാരണങ്ങളുണ്ട്. കാരണം പലരും ചോദിക്കുന്ന ചോദ്യമാണ്, യേശു മറ്റു മത നേതാക്കന്മാരെ പോലെ ഒരാൾ മാത്രമല്ലേ? യേശു പറഞ്ഞതും പ്രവർത്തിച്ചതും എല്ലാവർക്കും കൂടെയുള്ളതല്ലേ? ഇതിലെന്താണ് യേശുക്രിസ്തു നൽകുന്ന വ്യക്തിപരമായ ഒരു അനുഗ്രഹം? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് എനിക്കെന്താണ് മെച്ചം? പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഈ സമയം ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ, പ്രാർത്ഥനയോടും അഭിഷേകത്തോടും കൂടെ നമുക്ക് ഈ മണിക്കൂറിലായിരിക്കാം. വിശുദ്ധ ഗ്രന്ഥം ആരംഭിക്കുന്നത് ആദത്തെയും ഹൗവായെയും കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടാണ്. ഈ ആദവും ഹൗവായും ചെയ്ത പാപം വഴി സംഭവിക്കപ്പെട്ട കുറേ ശിക്ഷയെക്കുറിച്ചും തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 14 മുതൽ 19 വരെ ശിക്ഷയും വാഗ്ദാനവും എന്ന തലക്കെട്ടിൽ ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഈ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ 5 പ്രധാനപ്പെട്ട ശിക്ഷകൾ ഇതാ തലമുറകൾക്ക് മേൽ കടന്നു വരുന്നത് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പാപം മൂലം കടന്നു വരുന്ന ശിക്ഷ, അതിനോട് ചേർന്ന് ശാപത്തിൻ്റെ ശിക്ഷ, രോഗപീഡയുടെ ശിക്ഷ, വേദനയുടെ ശിക്ഷ, മരണഭയത്തിൻ്റെ ശിക്ഷ. ഇങ്ങനെ 5 തലങ്ങളിലാണ് ഈ ശിക്ഷ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് അവതരിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ആദ്യ താളുകളിലാണ്. പിന്നീട് ചരിത്രം മുഴുവൻ ഈ ശിക്ഷയിൽ നിന്നുള്ള വിടുതലിനു വേണ്ടിയുള്ള വലിയൊരു പ്രാർത്ഥനയാണ്. പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ അവതരിപ്പിച്ചുകൊണ്ട് പുതിയ ആദമായ യേശു ഇതാ നമ്മുടെ ചരിത്രത്തിൻ്റെ മുമ്പിൽ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. പഴയ നിയമത്തിൽ ഒരു തലമുറയ്ക്കുമേലുള്ള ശിക്ഷ ഒന്നിനു പിറകെ ഒന്നായി കുരിശു മരണത്തിൽ യേശുക്രിസ്തു ഏറ്റെടുത്ത് ആ ശിക്ഷകളിൽ നിന്നെല്ലാം നമുക്ക് വിടുതൽ നൽകുന്നു. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. നമ്മളൊക്കെ ഒരു ദൈവമകനാണ്, ദൈവമകളായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് അഭിമാനം ഉണ്ടാവണം. കാരണം യേശുവിൽ വിശ്വസിക്കുന്നത് വഴി സംഭവിക്കുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ മറക്കരുത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം തിരുവചനം എന്താ വചനം പഠിപ്പിക്കുന്നത്? നമ്മളെല്ലാവരും ദൈവ മക്കളാണ്. വളരെ ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് ദൈവം നമ്മളെ ഉയർത്തിയിരിക്കുകയാണ്.
ദൈവം നമ്മളെ ഉയർത്തിയിട്ട് ദൈവം നമ്മളോട് പറയുകയാണ്, നമ്മളോട് പറയുന്നു, നമ്മളെല്ലാവരും മക്കളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. ആ മക്കളുടെ സ്ഥാനമാണ് നമുക്കുള്ളത്. അങ്ങനെയുള്ള മക്കളുടെ സ്ഥാനത്ത് ജീവിക്കുമ്പോൾ നീ ശിക്ഷയെ ഭയന്ന് ജീവിക്കണ്ട. നിന്റെ ജീവിതത്തിൽ ഇന്നോളമുള്ള തലമുറയായിട്ടുള്ള ശിക്ഷയെ ഓർത്തുകൊണ്ട് നീ ഭയപ്പെടേണ്ട. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദത്തിൻ്റെ മേൽ വന്നു ചേർന്ന എല്ലാ ശിക്ഷകളും യേശു ക്രിസ്തു കുരിശിൽ ഏറ്റെടുത്ത് അത് വിശുദ്ധീകരിച്ച് ഇതാ നിനക്ക് ഒരു വിടുതലായി യേശു ക്രിസ്തു നിലകൊള്ളുകയാണ്. അപ്പോൾ ഈ ശിക്ഷകളെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം, തിരിച്ചറിയണം. അതിലൊന്നാമതായിട്ട് പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നൽകിയ ശിക്ഷ അത് പാപം വഴി ഒരു ജനതയുടെ മേൽ വന്ന ശിക്ഷയാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കുരിശുമരണത്തിൽ ഈ പാപം വഴി മനുഷ്യവർഗത്തിൻ്റെ മേലുള്ള ശിക്ഷയിൽ നിന്ന് കർത്താവ് സൗഖ്യവും വിടുതലും നൽകുകയാണ്. യെശയ്യാ പ്രവചനം മനോഹരമായിട്ട് നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നു. യെശയ്യാ പ്രവചനം 53 അധ്യായം 5 തിരുവചനം. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. കാൽവരിയിൽ ഈശോ കുരിശിൽ മരിച്ചപ്പോൾ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യേശു അനുഭവിച്ച ശിക്ഷ നമുക്കെന്തായി? നമുക്ക് രക്ഷയായി മാറി. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യതാളുകൾ അവതരിപ്പിക്കുന്ന പാപം വഴിയുള്ള ശിക്ഷയെന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞ ഒരു കാര്യത്തെ ധിക്കരിച്ച് അവർക്ക് തോന്നിയതുപോലെ ചെയ്തപ്പോൾ ആ പാപം അവരുടെ ജീവിതത്തിൽ പറുദീസ നഷ്ട അനുഭവമായി. അവരുടെ ജീവിതത്തിൽ അവരവിടെ നിന്ന് പിന്നീട് പുറന്തള്ളപ്പെടുകയാണ്. പ്രകാശത്തിൽ നിന്ന് ഇരുട്ടിലേക്ക്, ജീവിതത്തിൻ്റെ ഇരുണ്ട വഴികളിലേക്കുള്ള യാത്രയാണ്. എന്നാൽ യേശു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സൗഖ്യമെന്ന് പറയുന്നത് ഈ പാപബന്ധനത്തിൽ നിന്നുള്ള വിടുതലാണ്. അതുകൊണ്ടാണ് ഈശോയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ പറഞ്ഞത് എന്താ? സ്നാപക യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന ഈ നിമിഷം നീ ഒരു കാര്യം വിശ്വസിക്കുക. നിൻ്റെ ജീവിതത്തിൽ എത്ര വലിയ പാപബന്ധനത്തിലാണെങ്കിലും യേശുക്രിസ്തുവിലൂടെ നമുക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു സാധ്യതയാണ്. നിനക്ക് രക്ഷ വേണമോ? യേശുക്രിസ്തുവിലേക്ക് കടന്നു വന്നാൽ ആ യേശുവിൽ നിൻ്റെ എത്ര വലിയ പാപത്തിനും പാപബന്ധനത്തിനും ഒരു വിടുതലുണ്ടെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല, മറിച്ച് കുരിശിൽ മരിച്ച യേശുക്രിസ്തു നൽകുന്ന ഒരു യോഗ്യതയാണ്. ഞാൻ ഓർക്കുന്ന ഒരു സംഭവം പറയട്ടെ. നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാൻ വന്ന ഒരു ചെറുപ്പക്കാരൻ, അവനാദ്യമായിട്ട് വന്നത് ഒരു ധ്യാനത്തിനാണ്. ധ്യാനത്തിന് വന്ന ആദ്യത്തെ ദിവസം അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് ക്ലാസ്സിലൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല. രാവിലെ മുതൽ തുടങ്ങിയ ശുശ്രൂഷകളാണ്. ഈ ചെറുപ്പക്കാരൻ എന്നോട് വന്ന് പറയുന്നത് വൈകുന്നേരമാണ്. അച്ഛാ, ഞാൻ തിരിച്ചു പോവുകയാണ്. കാരണം എനിക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, വല്ലാതെ അസ്വസ്ഥപ്പെടുന്നു. ഞാൻ അവനോട് ചോദിച്ചു, നീ ധ്യാനം കൂടിയിട്ട് പോയാൽ പോരെ? അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, പിന്നെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്ത് കാര്യം? ഞാൻ അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിനക്ക് ശ്രദ്ധ കിട്ടാത്തത്? അപ്പോൾ അവൻ ഇങ്ങനെയാണ് പറഞ്ഞത്, അച്ഛാ, ഞാൻ കണ്ണടച്ച് കൈകൾ കൂപ്പി ഈശോയെ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ ഈശോയുടെ പടം ഒന്നും വരുന്നില്ല, ഈശോയെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈശോയെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നീ എന്താണ് കാണുന്നത്? അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ, പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അച്ഛാ, എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ കണ്ണടയ്ക്കുമ്പോൾ ഞാൻ കാണുന്നത് മുഴുവൻ നഗ്നമായ ചിത്രങ്ങളാണ്, അശ്ലീല ചിത്രങ്ങളാണ്, നഗ്നതയാണ്. അച്ഛാ, എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നുന്നു. അച്ഛാ, ഇത് പ്രാർത്ഥനയിൽ മാത്രമല്ല കേട്ടോ. ഞാൻ പഠിക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ,
അച്ഛാ, ഞാൻ പാഠപുസ്തകം തുറക്കുമ്പോൾ എൻ്റെ കൺവെട്ടത്ത് തെളിഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ചിത്രങ്ങളാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയോ? ഞാൻ എൻ്റെ വീട്ടിൽ അമ്മയുണ്ട്, എൻ്റെ സഹോദരിയുണ്ട്. അവരുടെ മുഖത്ത് പോലും നോക്കാൻ എനിക്ക് കുറേ നാളായിട്ട് പറ്റണില്ല അച്ഛാ. ഞാനിപ്പോൾ സംസാരിക്കുന്നത് മുഖത്ത് നോക്കാതെയാണ്. കാരണം എനിക്ക് എൻ്റെ അമ്മയുടെയും പെങ്ങളുടെയും പോലും മുഖത്ത് നോക്കുമ്പോൾ എൻ്റെ കണ്ണുകളിൽ അച്ഛാ ഈ ലസ്റ്റ് എന്നെ വല്ലാണ്ട് പീഡിപ്പിക്കുകയാണ്. എൻ്റെ കണ്ണുകളിൽ ലസ്റ്റ് ഒരു ഫയർ പോലെ പിടികൂടിയിരിക്കുകയാണ് അച്ഛാ. ആസക്തി എന്നെ പിടികൂടിയിരിക്കുന്നു. എനിക്ക് ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല അച്ഛാ. കാരണം ഇങ്ങനെ ഒരു ദുഷ്ടചിന്തയും കൊണ്ട് ആർക്കാണ് അച്ഛാ ധ്യാനത്തിൽ പങ്കെടുക്കുന്നത്? അപ്പം ഞാൻ അവനോട് ചോദിച്ചു, അപ്പോൾ നിൻ്റെ പരിപാടി എന്താ? അവൻ പറഞ്ഞു, എന്തു പറയാനാച്ചാ, ഇനി എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ തകർന്ന് തീരും അച്ഛാ. എനിക്കിനി ആര് രക്ഷപ്പെടുത്താനാ അച്ഛാ? ഇതെനിക്ക് എന്നെ ഭ്രാന്തനാക്കുകയാണ്. എനിക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റണില്ല. ഞാൻ അവനോട് ചോദിച്ചു, മകനെ നിനക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, ഉണ്ടച്ഛ, എനിക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്. ഞാൻ അവനോട് പറഞ്ഞു, നിനക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവൻ്റെ മുമ്പിലാണ് നീ വന്നിരിക്കുന്നത്. നിൻ്റെ യേശു നിന്നെ രക്ഷപ്പെടുത്തും. നീ വന്നിരിക്കുന്ന ഈ ധ്യാനമന്ദിരം ഉണ്ടല്ലോ, ഈ ഡിവൈൻ ധ്യാനമന്ദിരം, ഇത് അനുഗ്രഹത്തിൻ്റെ മണ്ണാണ്. നിന്നെ ഈ ആലയത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് നിൻ്റെ കർത്താവാണ്. നിന്നെക്കുറിച്ച് വ്യക്തമായൊരു പദ്ധതിയുള്ള നിൻ്റെ ദൈവമാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് നീ അസ്വസ്ഥപ്പെടേണ്ട. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് മകനെ. നീ ഒരു കാര്യം ചെയ്യുക. നാളത്തെ ദിവസം ധ്യാനത്തിൻ്റെ വളരെ സുപ്രധാന ദിവസം, കുംഭസാരത്തിൻ്റെ ദിവസം. നീ ശാന്തമായിട്ട് പോയിരിക്കുക. നീ ഇരുന്നിട്ട് നിൻ്റെ ജീവിതത്തിൻ്റെ ഇന്നലകളെക്കുറിച്ച് നന്നായി ഒന്ന് അവലോകനം ചെയ്യുക. നല്ലൊരു കുംഭസാരം നടത്തുക. ഞാൻ അവനോട് ചോദിച്ചു, എന്നു മുതലാണ് നിനക്കിങ്ങനെയുള്ള ചിന്തകളും ചിത്രങ്ങളും മനസ്സിൽ കാണാൻ തുടങ്ങിയത്? അവൻ പറഞ്ഞു, കുറേ നാളായച്ചോ. ഞാൻ പറഞ്ഞു, അങ്ങനെ കുറേ നാളായി എന്ന് പറയാതെ അല്പം കൂടെ ആഴത്തിൽ ഒന്ന് പരിശോധിച്ചേ. നിനക്കെന്താ പറ്റിയേ? എന്നു മുതലാണ് ഈ ടെൻഡൻസി, ഈ സ്വഭാവ ദൂഷ്യം നിൻ്റെ ഉള്ളിലോട്ട് കടന്നു വന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ, എനിക്കൊരു കാര്യം അറിയാം. കുറേ നാളായിട്ട് ഞാൻ മൊബൈൽ ഫോണിൽ അശ്ലീല സിനിമകൾ കാണുന്ന ഒരു പതിവ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അച്ഛാ, സമയം കിട്ടുമ്പോഴൊക്കെ എൻ്റെ തലയ്ക്കകത്ത് ഇപ്പോൾ അതാ. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഈ അശ്ലീല സൈറ്റുകൾ, പോൺ വീഡിയോസ് കാണും. അച്ഛാ, അതെന്നെ വല്ലാണ്ട് അടിമപ്പെടുത്തുന്നു. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇന്ന് ഈ മകൻ അനുഭവിക്കുന്ന അവൻ്റെ ജീവിതത്തിൻ്റെ ഈ ഒരു ബാഡ് ഹാബിറ്റിന് പിന്നിൽ അതാ ഒരു പൈശാചിക പീഡ പോലെ ഒരു ദുശീലം അവനെ വേട്ടയാടുന്നുണ്ട്. അതവൻ്റെ ജീവിതത്തിലെ അവൻ്റെ സമയം, അവൻ്റെ എനർജി, അവൻ മാറ്റിവെക്കുന്ന ചില കാര്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഞാൻ അവനോട് പറഞ്ഞു, നിനക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം തന്നെ നീ എന്ത് ചെയ്യണം? ഈ പരിപാടിയിൽ നിന്ന്, അതായത് നിൻ്റെ സമയം ഈ ചിത്രങ്ങൾ കാണുന്ന ഈ സ്വഭാവത്തിൽ നിന്ന് നിനക്കൊരു വിടുതൽ വേണം. നീ എന്നു മുതൽ ഇത് കാണാൻ ആരംഭിച്ചത്? അവൻ പറഞ്ഞു, ഇങ്ങനെ കൂട്ടുകാരുടെ കൂടെയാണ്. പിന്നീട് ഞാൻ ഒറ്റയ്ക്കിരുന്നത് കാണാൻ തുടങ്ങി. പിന്നീട് അതൊരു അടിമത്തമായി. ഇന്നെൻ്റെ ജീവിതത്തിൽ ഇതെന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കെൻ്റെ കൈകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഈ പാപം എന്നെ വേട്ടയാടുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ അവനോട് പറഞ്ഞു, നന്നായി കുമ്പസാരിക്കുക. കഴിഞ്ഞകാല ജീവിതത്തിൽ ഇതെന്നു മുതലാണ് ആരംഭിച്ചു, നീ സമയമെടുത്ത് ധ്യാനിക്കുക. അതിൻ്റെ റൂട്ട് കോസ്, അതിൻ്റെ അടിവേരുമുട്ട് അതിനെ സമർപ്പിച്ച് നന്നായിട്ട് കുമ്പസാരിക്കുക. ഈ ചെറുപ്പക്കാരൻ അതൊരു തീരുമാനമായിട്ടെടുത്തു. ധ്യാനത്തിൻ്റെ 2-ാം ദിവസം ഇവൻ നന്നായിട്ട് കുമ്പസാരിച്ചു കഴിഞ്ഞ് അന്ന് വൈകുന്നേരമുള്ള പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഇവൻ വന്നപ്പോൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു, അച്ഛാ, ദേ എൻ്റെ ശരീരം ഇത് യേശുവിൻ്റെ ശരീരമാണ്. കാരണം യേശു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ കുരിശിൽ മരിച്ചു. ഇനി മുതൽ എൻ്റെ ശരീരം യേശുവിൻ്റെ ശരീരമാണ്. എൻ്റെ കണ്ണുകൾ യേശുവിൻ്റെ ശരീരമാണ്. എൻ്റെ കൈകൾ യേശുവിൻ്റെ ശരീരത്തിൻ്റെ കൈകളാണ്. അതുകൊണ്ട് ഇനിമേൽ ഞാൻ പാപം ചെയ്യില്ല. കാരണം എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ ഈശോ മരിച്ചു. ആ പാപം, ആ യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യത കൊണ്ട് ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത് വലിയൊരു തീരുമാനമായിരുന്നു. ആ ചെറുപ്പക്കാരൻ്റെ തീരുമാനം അവൻ്റെ ജീവിതത്തെ ആകമാനം മാറ്റിമറിച്ചു. പിന്നീട് എന്ത് സംഭവിച്ചെന്നറിയോ?
അവൻ ആ ധ്യാനത്തിനിടയിൽ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകമൊക്കെ സ്വീകരിച്ച് അവൻ്റെ ശരീരം ഈശോയ്ക്ക് സമർപ്പിച്ചു. ഇപ്പോൾ അനേക ആത്മാക്കളെ നേടുന്ന തീഷ്ണതയുള്ള ഒരു ദൈവത്തിൻ്റെ മകനായി കർത്താവ് അവനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ്റെ ശരീരത്തിൻ്റെ വിശുദ്ധിയാണ് അവൻ്റെ ഏറ്റവും വലിയ നന്മയെന്ന് അവൻ തിരിച്ചറിയുന്നു. പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന, ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞിരുന്ന ഒരു മകന് വിടുതൽ കൊടുക്കാൻ കർത്താവിന് സാധിച്ചെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിൻ്റെ ജീവിതത്തിൽ ഏതു വലിയ കൊടും പാപബന്ധനത്തിലാണെങ്കിലും നിനക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ? കർത്താവിൻ്റെ കുരിശുമരണം നിനക്കിതാ രക്ഷ ഒരുക്കി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ വിശ്വസിക്കുക. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാം വചനത്തിൽ പറയുന്നു, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ തന്നോടുള്ള തൻ്റെ സ്നേഹം പ്രകടമാക്കിയിരിക്കുന്നു. നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. പഴയ നിയമ ചരിത്രത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് മേൽ ഇതാ ഒരു തിന്മ കടന്നു വന്ന്, ഒരു പാപത്തിൻ്റെ ബന്ധനം കടന്നു വന്നെങ്കിൽ, പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു നമുക്ക് നൽകുന്ന ഒന്നാമത്തെ രക്ഷയാണ് പാപബന്ധനത്തിൽ നിന്നുള്ള വിടുതൽ. രണ്ടാമതായിട്ട് തിരുവചനം നമ്മുടെ മുമ്പിൽ നീട്ടുന്ന ഏറ്റവും വലിയ സൗഖ്യം രോഗപീഠകളിൽ നിന്നുള്ള സൗഖ്യമാണ്. യെശയ്യായുടെ പുസ്തകം 53-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുന്നതനുസരിച്ച് നിൻ്റെ ജീവിതത്തിലേക്ക് സൗഖ്യം ഒഴുകാൻ തുടങ്ങും. യേശു ക്രിസ്തു നൽകുന്ന കുരിശുമരണത്തിൻ്റെ യോഗ്യത നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിനക്ക് രോഗസൗഖ്യമായിട്ട് മാറും. അത് ശാരീരിക രോഗസൗഖ്യം മാത്രമല്ല, മറിച്ച് മാനസിക രോഗസൗഖ്യവും. നമുക്കറിയാമല്ലോ, മനസ്സിനും രോഗപീഠകൾ സംഭവിക്കും. ഈ മനസ്സിനും സംഭവിക്കുന്ന രോഗപീഠകളുടെ നടുവിൽ ഈശോയാണ് നിനക്ക് സൗഖ്യവും ശക്തിയും ബലവും നൽകുന്നത്. നിനക്കത് വിശ്വസിക്കാം. എൻ്റെ ഈശോ എൻ്റെ രോഗപീഠയുടെ നടുവിൽ എനിക്ക് സൗഖ്യം നൽകുന്നു. പ്രിയപ്പെട്ടവരെ, പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ദൈവമാണ് എല്ലാ രോഗപീഠകളുടെ നടുവിൽ സൗഖ്യം നൽകുന്നവൻ. ഞാൻ രോഗങ്ങളെയും പീഡകളെയും സൗഖ്യപ്പെടുത്തുന്നവനാണ്. നീ വിശ്വസിക്കുക, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിലെ ഞാൻ അനുഭവിക്കുന്ന രോഗപീഠകളുടെ നടുവിൽ സൗഖ്യം നൽകുന്നവനാണ്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ നീണ്ട നാളുകളായി കിടപ്പിലാണ്, നീണ്ട നാളുകളായി മരുന്ന് കഴിക്കുന്നു, രക്ഷയില്ല എന്ന് കരുതുന്നെങ്കിൽ, നിൻ്റെ ജീവിതത്തിൻ്റെ ഇന്നോളമുള്ള നിൻ്റെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് നിന്നിലേക്ക് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൗഖ്യമായിട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ്. നീണ്ട 38 വർഷമായി ബെത്സയിദ കുളക്കരയിൽ കിടന്ന രോഗിക്കുമേൽ ഈശോ കടന്നു വന്നെങ്കിൽ, 12 വർഷമായി രക്തസ്രാവം പിടിച്ചൊരു സ്ത്രീയുടെ മേൽ കർത്താവിൻ്റെ സൗഖ്യം കടന്നു വന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിൻ്റെ രോഗം അതെത്ര വലുതാണെങ്കിലും ഇതാ ഈശോ കടന്നു വരുന്നു നിന്നെ സൗഖ്യപ്പെടുത്താൻ. വചനം നമ്മളെ പഠിപ്പിക്കുന്നു, സങ്കീർത്തന പുസ്തകം 107:19, അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈശോ നൽകുന്ന രണ്ടാമത്തെ സൗഖ്യമാണ് രോഗങ്ങളിൽ നിന്നുള്ള സൗഖ്യം, രോഗപീഠകളിൽ നിന്നുള്ള സൗഖ്യം. മൂന്നാമതായിട്ട് ഈശോ നമുക്ക് വെച്ചു നീട്ടുന്ന ഏറ്റവും വലിയ സൗഖ്യം എന്താണെന്നറിയോ? അത് ശാപങ്ങളിൽ നിന്നുള്ള സൗഖ്യമാണ്, ശാപപീഠകളിൽ നിന്നുള്ള സൗഖ്യമാണ്. മനോഹരമായൊരു തിരുവചനമുണ്ട്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നു, 3-ാം അധ്യായം 13-14 തിരുവചനം. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ 3-ാം ലേഖനം 13-14 തിരുവചനം. വചനം ഇങ്ങനെയാണ്, ക്രിസ്തു നമുക്ക് വേണ്ടി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. ക്രിസ്തു നമുക്ക് വേണ്ടി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദത്തിനും ഹൗവായ്ക്കും മേൽ വന്ന ആ ശാപപീഡ ഇതാ പുതിയ നിയമത്തിൽ യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അതെടുത്തു മാറ്റപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിൻ്റെ ജീവിതത്തിൽ ആരെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ നീ ശപിക്കപ്പെട്ടവനാണ്? എങ്കിൽ ഈശോ നിന്നോട് പറയുന്നു, ആ ശാപപീഡയിൽ നിന്ന്
നിനക്ക് രക്ഷയുണ്ട്, വിടുതലുണ്ട്. ആരെങ്കിലും നിൻ്റെ കുടുംബത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ടോ നിൻ്റെ കുടുംബം രക്ഷപ്പെടില്ല, നിൻ്റെ കുടുംബം ശാപപീഡയിലാണ്? അങ്ങനെയെങ്കിൽ നീ വിശ്വസിച്ചു കൊള്ളുക. ആരോ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചല്ല, മറിച്ച് വചനം നൽകുന്ന ഉറപ്പ്. എന്താ അത്? ഏതു വലിയ ശാപപീഡകളെയും ഏതു വലിയ പാരമ്പര്യ ശാപപീഡകളെയും യേശു ക്രിസ്തുവിലൂടെ വിടുതലുണ്ട്. യേശു ക്രിസ്തു നമുക്ക് ആ കാര്യങ്ങളിൽ അഭിഷേകവും സൗഖ്യവും വിടുതലും നൽകുന്നു. ഇത് നീ വിശ്വസിക്കുക, നീ വിശ്വസിക്കുക. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ അനേകരുടെ ഉള്ളിൽ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണം അവരുടെ കുടുംബത്തിലെ ശാപമാണ്, അവരുടെ ജീവിതത്തിൽ കടന്നു വന്ന ശാപമാണെന്നൊരു ചിന്ത അറിയാതെ കടന്നു വന്ന് ഭയപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരോടാണ് ഈശോ വചനത്തിൽ പഠിപ്പിക്കുന്നത്, നീ ശാപത്തിൻ്റെ മുമ്പിൽ അസ്വസ്ഥപ്പെടല്ലേ. കാരണം എത്ര വലിയ കൊടും ശാപമാണെങ്കിലും യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ആ ശാപത്തിൻ്റെ കണ്ണികൾ പൊട്ടിച്ചെറിയാം. എത്ര വലിയ ശാപത്തിൻ്റെ ഭീതി പരത്തുന്ന കാര്യമാണെങ്കിലും യേശു ക്രിസ്തുവിൻ്റെ കൃപയിലൂടെ ആ ചങ്ങലകൾ പൊട്ടിച്ചെറിയാം. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാം തിരുവചനത്തിൽ പഠിപ്പിക്കുന്നു, യേശു ക്രിസ്തുവിലൂടെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവനിലാണ് നമ്മുടെ സ്വാതന്ത്ര്യം, അവനിലാണ് നമ്മുടെ സ്വാതന്ത്ര്യം. പ്രിയപ്പെട്ടവരെ, ആ സ്വാതന്ത്ര്യമാണ് നമ്മൾ തിരിച്ചറിയുന്നത്, ആ സ്വാതന്ത്ര്യത്തിലാണ് നമ്മൾ വളരുന്നത്. അപ്പോൾ ഈശോ നൽകുന്ന മൂന്നാമത്തെ അനുഗ്രഹം ഏതാണ്? അത് ശാപപീഡയിൽ നിന്നുള്ള സൗഖ്യമാണ്, വിടുതലാണ്. നാലാമതായിട്ട് വിശുദ്ധ ഗ്രന്ഥം വെച്ചു നീട്ടുന്ന ഏറ്റവും വലിയ കൃപ എന്ന് പറയുന്നത് മരണഭയത്തിൽ നിന്നുള്ള വിടുതലാണ്. മരണഭയം അത് വചനം പഠിപ്പിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്ത്യാനി ഒരിക്കലും മരിക്കുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം നമ്മളെ പഠിപ്പിക്കുന്നത് ആ കുരിശുമരണം ഒരു അവസാനമായിരുന്നില്ല. ഒരു ക്രിസ്ത്യാനിയും അതുപോലെ തന്നെ അവൻ്റെ ജീവിതത്തിൽ അവൻ മരിക്കുന്നില്ല, മറിച്ച് അവൻ എന്നും ദൈവത്തോട് ചേർന്നാണ് ഇരിക്കുന്നത്. എൻ്റെ ഈ ലോകത്തിലുള്ള മരണശേഷവും എനിക്ക് മറ്റൊരു ജീവിതമുണ്ട്, നിത്യജീവൻ. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ചിന്തയും നമ്മുടെ ആഗ്രഹവും സ്വപ്നവുമെല്ലാം ഈ ലോക ജീവിതത്തിന് ശേഷമുള്ള മറ്റൊരു ജീവിതത്തിലേക്ക് തുറക്കപ്പെട്ടിരിക്കുന്നു. മരണഭയം ആരുടെയെങ്കിലും തലയിലുണ്ടെങ്കിൽ, ഒരുപക്ഷെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചതിൻ്റെ പേരിൽ, ആരുടെയെങ്കിലും മരണം കണ്ടതിൻ്റെ പേരിൽ, പ്രിയപ്പെട്ടവരെ, നിൻ്റെ ഉള്ളിൽ വല്ലാതൊരു ഷോക്കുണ്ട്, അല്ലെങ്കിൽ വല്ലാതെ ഭയമുണ്ട്. മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഭയമുണ്ടെങ്കിൽ ഇതാ വചനം പഠിപ്പിക്കുന്നു, ആ ഭയത്തിൽ നിന്ന് യേശു നിനക്ക് വിടുതൽ നൽകുന്നു. വചനം നമുക്ക് ഉറപ്പ് നൽകുന്നു. യെശയ്യായുടെ പുസ്തകം 25-ാം അധ്യായം 8-ാം തിരുവചനം, അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും, സകലരുടെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചു മാറ്റും. അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും, സകലരുടെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചു മാറ്റും. നാലാമതായിട്ട് നൽകുന്ന സൗഖ്യമാണ്. അഞ്ചാമതായിട്ട് തിരുവചനം നൽകുന്ന ഏറ്റവും വലിയ സൗഖ്യം സകല വേദനകളിൽ നിന്നുള്ള സൗഖ്യം. യെശയ്യായുടെ പുസ്തകം 53-ാം അധ്യായം 4-ാം തിരുവചനം, നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. പഴയ നിയമത്തിൽ ആദത്തോട് ഹൗവായോടും ദൈവം പറഞ്ഞ ചില കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇനി മുതൽ നിൻ്റെ ജീവിതത്തിൽ നീ വേദന അനുഭവിക്കുമെന്നുള്ളതാണ്. വേദന അനുഭവിക്കും. ശാരീരികമായ വേദനയേക്കാൾ വലുതാണല്ലോ മാനസികമായ വേദന. തിരുവചനം നൽകുന്ന ഉറപ്പെന്താണെന്നറിയോ? നിൻ്റെ ജീവിതത്തിലെ ശാരീരികമാവട്ടെ മാനസികമാവട്ടെ ഏത് തരത്തിലുള്ള വേദനകളാവട്ടെ, യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ നമുക്ക് ആ വേദനകളിൽ നിന്ന് വിടുതലുണ്ട്, രക്ഷയുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു പച്ച പരമാർത്ഥമായിട്ടുള്ള സത്യമാണ്. ഈ 5 യോഗ്യതകൾ, ഈ 5 വാഗ്ദാനങ്ങൾ, ഈ 5 അനുഗ്രഹങ്ങൾ ഈ നാളുകളിൽ നിന്നിൽ സംഭവിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പാപബന്ധനത്തിൽ നിന്നുള്ള സൗഖ്യം, ശാപപീഡകളിൽ നിന്നുള്ള സൗഖ്യം, രോഗപീഡകളിൽ നിന്നുള്ള സൗഖ്യം, മരണഭയത്തിൽ നിന്നുള്ള സൗഖ്യം, വേദനയിൽ നിന്നുള്ള സൗഖ്യം. പഴയ നിയമത്തിൽ ഒരു ജനതയുടെ മേൽ കടന്നു വന്ന ഈ ശിക്ഷകളെല്ലാം കുരിശുമരണത്തിലൂടെ അതനുഗ്രഹമായി, സൗഖ്യമായി, സ്വാതന്ത്ര്യമായി അനുഭവിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ 5 അനുഗ്രഹങ്ങളും ഈ നാളുകളിൽ
ഹൃദയത്തോട് ചേർത്ത് വെച്ച് അനുഗ്രഹമായിട്ട് തീർക്കപ്പെടാൻ പ്രാർത്ഥിക്കാം. തീർച്ചയായും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.